ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അതൊക്കെ ചേട്ടൻ തന്നെ പറഞ്ഞാൽ മതി. എനിക്കിപ്പോ അവനെ കാണുമ്പോഴേ പേടിയാ. നിങ്ങളെന്തീ പറയണത്? അവൻ സമ്മതിക്കുമോ? എൻ്റെ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഇതൊക്കെ ആലോചിച്ചിട്ട് എനിക്കൊരു മനസ്സമാധാനമില്ല. ചേട്ടൻ എന്തായാലും നാട്ടിലോട്ട് വരുമ്പോൾ ഒന്നിങ്ങോട്ട് വാ. എന്നിട്ട് കാര്യങ്ങളൊക്കെ ആദ്യം അവനോട് ഒന്ന് സംസാരിക്കും. അതിനുശേഷം നമുക്ക് താലികെട്ട് എവിടെ വേണമെങ്കിലും നടത്താം. ഇല്ല, ഞാൻ അവനോട് ഫോണില് അത് അമ്മയുടെ ഒരു ഫ്രണ്ട്. എന്താ ഏത് ഫ്രണ്ട്? എന്താ ഇതാരാ ഫോണില്? ഇതാരാന്നാ ചോദിക്കണേ? എനിക്കിത് ആരാ അയച്ചെന്നറിയോ? എന്റെ ഫ്രണ്ട്. അമ്മ ഒരുത്തനായിട്ട് വണ്ടിമ്മ പോണെന്ന് പറഞ്ഞാണ് എന്റെ ഫ്രണ്ടിക്ക് അയച്ചത്. അവൻ പറയുമ്പോ എന്റെ മനസ്സിൽ എത്രത്തോളം നാണക്കേണ്ടെന്ന് അറിയോ? തല താഴ്ത്തു നിന്ന് കേൾക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് എന്താണെന്നറിയോ? നമുക്ക് നിങ്ങൾ ഞങ്ങളെ കുറിച്ച് ആരെയും കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാ? നിങ്ങളൊക്കെ ചെയ്ത് കൂട്ടുമ്പോ നിങ്ങളെ മനസ്സിൽ ഒരു കാര്യം നടക്കാൻ പോകണമെങ്കിൽ അതിന് സമ്മതിക്കില്ല. ഇത് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഉപേക്ഷിച്ച് കളയാനാണ് നിങ്ങൾക്ക് നല്ലത്. എന്താണ് അമ്മ ഒന്ന് പറയട്ടെ? മോനെ മറച്ചു വെച്ചെന്നുള്ളത് സത്യ. പക്ഷെ മോൻ ഈ പറയുന്ന പോലെയൊന്നുമില്ല. അമ്മയുടെ ഫോണ് ഞാൻ കണ്ടതാ, എന്നോട് കൂട്ടുകാർ പറഞ്ഞതാ. ശരിയാണ്. അവരെ മുന്നിൽ ഞങ്ങൾ എങ്ങനെ നടക്കുക? ക്ലബിൽ പോകണ്ട എനിക്ക്. അച്ഛൻ മരിച്ചില്ല അപ്പത്തിനും. നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ തോന്നണേ? കണ്ടപാട് കയ്യും കാലും വരച്ച് എന്താ പറയാ, എന്തൊക്കെ പോലായി. നീ അമ്മയ്ക്ക് സംസാരിക്കാൻ കുറച്ച് സമയം തരുമോ? നിന്റെ അമ്മയല്ലടാ, അമ്മയ്ക്ക് പറയാനുണ്ട്. പറഞ്ഞൂട്. നീ അമ്മയുടെ ഫോൺ എടുത്ത് നോക്ക്. ഇനി ഫോൺ എടുത്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വണ്ടിമ പോയിട്ട് വണ്ടിമ പോണതാ ഞാൻ കണ്ടേ ഫോട്ടോ. അത് ഞാൻ നേരിട്ട് കാണുമ്പോ കാണാനെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്ക്. നീ പറഞ്ഞത് അത് അമ്മ ആലോചിച്ചാ? അമ്മ ഞങ്ങളെ കുറിച്ച് എപ്പോഴേലും ആലോചിച്ചിട്ടുണ്ടാ? ഇങ്ങനൊക്കെ ചെയ്ത് കൂട്ടുമ്പോ ആലോചിക്കണായിരുന്നു. അത് കണ്ടവര് പറയുമ്പോ മക്കൾക്ക് അങ്ങനെ തന്നെ തോന്നുള്ളൂ. നല്ല വിഷമം ഉണ്ടാവും. നീ എന്നെ പറയാനും സമ്മതിക്കോ? എനിക്ക് അയാളെ ഇഷ്ടം. എന്താ അമ്മക്ക് പറയാനുള്ള? എനിക്ക് അയാളെ ഇഷ്ടമാണ്. അയാളെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അയാൾക്ക് എന്നെയും ഇഷ്ടം. ഇത് ആരാണ് ഈ വ്യക്തി? അമ്മക്ക് ആരാന്ന് എന്തേലും അറിയോ? ഇത് എത്ര മാസമായി, എത്ര കൊല്ലായി? എന്റെ കൂടെ പഠിച്ചിരുന്ന ആളാ. ഞങ്ങൾ പണ്ട് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. പിന്നീട് അപ്പൊ ഈ വ്യക്തിക്ക് ഭാര്യയും കുട്ടികളൊന്നും ഇല്ലേ? നീ ഞാൻ പറയുന്നൊന്ന് കേൾക്കോ? അയാൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ നിന്റെ അച്ഛന്റെ കല്യാണക്കാരൻ വന്നപ്പോ എന്റെ വീട്ടുകാർ നിന്റെ അച്ഛനുമായിട്ട് കല്യാണം കഴിപ്പിച്ചു. നിന്റെ അച്ഛൻ പോയ ശേഷം അയാളെ ഞാൻ യാദൃശ്ചികമായിട്ട് കണ്ടുപോയതാ. അപ്പോഴാ ഞാൻ എന്റെ പൊന്നെ അറിയുന്നത് അയാൾ കല്യാണവും കഴിച്ചിട്ടില്ല, അയാൾക്ക് മക്കളും ഇല്ല, ഒന്നുമില്ല. അയാൾ ആ വീട്ടിൽ ഒറ്റയ്ക്കാ. നിന്റെ അച്ഛൻ മരിച്ചിട്ട്, നീ പറഞ്ഞ ശരിയാ, നിന്റെ അച്ഛൻ മരിച്ചിട്ട് അധികം ആയിട്ടില്ല. പക്ഷെ നിന്റെ അച്ഛന്റെ കൂടെ ഞാൻ കഴിഞ്ഞ എങ്ങനെയാന്ന് നിനക്ക് അറിയുന്നതല്ലേ? എന്തൊരു കഷ്ടപ്പാടിലാണ് ഞാൻ നിന്നെ വളർത്തിണ്ടാക്കിയത്. എൻ്റെ ഈ ഒരു ജോലി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നോ? നിന്റെ അച്ഛനെന്ന് നീ പറഞ്ഞു. നിന്റെ അച്ഛൻ നാണക്കേടുണ്ടാക്കുന്ന കാര്യം ഒക്കെ നീ ഇവിടെ പറഞ്ഞു. നിന്റെ അച്ഛൻ എന്നെങ്കിലും എനിക്ക് നാണക്കേടുണ്ടാക്കാതിരുന്നിട്ടുണ്ടോ? നീ ഉള്ളത് കൊണ്ട് മാത്ര ഞാൻ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയത്. നിനക്ക് അറിയുന്നതല്ലേ? നമുക്ക് 10 12 വയസ്സല്ല, 24 വയസ്സായി. അതെന്താ അമ്മ മനസ്സിലാക്കാത്തേ? കല്യാണപ്രായമായി എനിക്ക്. ശരിയാണ്, നിനക്ക് കല്യാണപ്രായമായി, നിനക്ക് ജോലി ആവാനുള്ള സമയമായി, കല്യാണപ്രായമായി, നീ സെറ്റിൽ ആവാനുള്ള സമയമായി. അമ്മയ്ക്കൊരു കൂട്ട് വേണ്ടാന്ന് മോന് പറയാൻ പറ്റുമോ?
മോന് പറയാൻ പറ്റും. ശരി, നിന്റെ ഇഷ്ടം പോലെ അമ്മ അയാളെ സ്നേഹിക്കുന്നില്ല, അയാൾ കല്യാണം കഴിക്കുന്നില്ല. ശരി, നാളെ നിനക്ക് ജോലി, നീ എവിടെയാ നോക്കുന്നതെന്ന് അറിയാലോ, നീ നിന്റെ പെണ്ണിനെയും കൊണ്ട് പോകും. അമ്മ വീണ്ടും ഇവിടെ ഒറ്റയ്ക്കാവും അല്ലേ? അമ്മയ്ക്ക് കൂട്ട് വേണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല. പക്ഷെ ഒരു പക്ഷെ കാര്യം ഞാൻ അതല്ല പറയാം, അമ്മ, ഒരു കാര്യം നമുക്ക് അമ്മ പറയട്ടെ, പറയായിരുന്നു. ഒരു കാര്യം അമ്മ പറയട്ടെ. അയാൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അയാൾക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടം, അമ്മയുടെ മോനെ ഒരുപാട് ഇഷ്ടം. നമ്മുടെ കുടുംബത്തെ അറിയാം. ഞാൻ ഇത്രയും കാലം സഹിച്ച ബുദ്ധിമുട്ടുകളൊക്കെ മോനൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് അയാളായിട്ടൊന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം കൊണ്ടാണ്. ഉണ്ടാക്കി തരാം. അയാളോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറയാം, പോരെ? വേണ്ട, ഞാൻ അവിടെ പോയി കണ്ടോളാം. ശരി, അയാളുടെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാ ഡീറ്റെയിൽ ഇതിലുണ്ട്. അമ്മ അയാളുമായിട്ട് ചാറ്റ് ചെയ്യുന്നതും എല്ലാം ഉണ്ട്. അമ്മ നിനക്കൊരു നാണക്കേട് ഉണ്ടാക്കിയിട്ടില്ല. അമ്മയ്ക്ക് പെട്ടെന്നൊരു വയറുവേദന വന്നപ്പോ അതല്ല, അയാളാ എന്നെ ആ അമ്മക്ക് ഗവൺമെന്റ് അറിയണല്ലോ ആശുപത്രിയിൽ അച്ഛന്റെ കൊണ്ടുപോയത്. കുടുംബക്കാരെ പറ്റിട്ട്. അറിയാം, അവരിത് ഒന്ന് കിട്ടിയ 10 ഇരട്ടിയാക്കി ആക്സിഡന്റ് മാറ്റും. സംഭവിച്ചു പോയതാ യാത്ര, അല്ലാണ്ട് അമ്മ അയാളെ കൂടെ കറങ്ങാൻ പോയതല്ല. അമ്മയുടെ മോനത് മനസ്സിലാക്ക്. ഇനി ഒന്നുകൂടി അമ്മ പറയാം, അമ്മയുടെ മോൻ ഒത്തിരി വിഷമായെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. ഒരിക്കലും അമ്മയുടെ ഇല്ലാതായി പോയി മോന് അമ്മ. അമ്മ മോശമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ സംഭവിച്ചു പോയി. അമ്മയ്ക്ക് അത്ര വേദനയായിരുന്നു. അയാൾ എന്നെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് അയാൾ പോയി. ഇത്രയും ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് മോന് വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. അമ്മ നിന്നോട് മറച്ചു വെച്ചു എന്നുള്ളത് സത്യ. പക്ഷെ ഒരു ടൈം ആവട്ടെ, എൻ്റെ മോനോട് സംസാരിക്കാൻ അയാൾ വരാൻ നിൽക്കുക. ഇനി മോനക്ക് വയ്യേ വേണ്ടേ, ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല അമ്മ, വാ, അമ്മ പറയുമ്പോ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അമ്മയുടെ പോയി വാ. ഇല്ല, ഞാൻ കുറച്ച് നേരം എടുക്കട്ടെ. കാക്ക എന്തൊക്കെ പോലെ കുറച്ച് വെള്ളം കൊണ്ട്, എന്തെങ്കിലും വെള്ളം കലക്കിക്കൊണ്ട. ശരി, നീ വിഷമിക്കണ്ട. നിന്റെ അല്ലേടാ അമ്മ. അമ്മ മോശമായിട്ട് പോവോ? എൻ്റെ പൊന്നു ദൂരം മോശമായിട്ട് പോയിട്ടില്ലല്ലോ. നിന്റെയാണ് അമ്മ. അമ്മ പോവില്ല. ഇനി എൻ്റെ പൊന്നിന് വേണ്ടേ, അമ്മയ്ക്കും വേണ്ട. അത്രേ ഉള്ളൂ. ഇല്ല, ഞാൻ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് ആള് പറയണ പോലെ ചെയ്യാം. ശരി, അമ്മ വെള്ളം എന്തെങ്കിലും എടുത്തിട്ട് വരാം.